ഹായ്, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഫ്യൂച്ചറിൻ്റെ എല്ലാ ഓൺലൈൻ ബാച്ചുകളും ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൽകുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഞങ്ങൾ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഏറ്റവും ഗംഭീരരായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആ ടീച്ചേഴ്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായി ഞങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. വാ. ഹായ് ഹലോ, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. അപ്പോൾ മക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന, എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 12 മക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അടിപൊളി അനൗൺസ്മെന്റുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ബിഗ്ഗർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല മക്കളെ, നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഫ്യൂച്ചറിന്റെ ബാച്ച് അനൗൺസ്മെന്റ് ആണ് ഇപ്പം വരാൻ വേണ്ടി പോകുന്നത്. ഈ ബാച്ചിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? നമുക്ക് +2 ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫ്യൂച്ചറിന് മാത്രം നിലവിൽ മാർക്കറ്റിലുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്കും അതേപോലെ തന്നെ പാരന്റ്സിനും ഉണ്ടായിരിക്കും. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സോ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിലെ സബ്ജക്ട് പഠിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂളിലെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു നീറ്റ് കോച്ചിങ്ങിന് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുക? അത് നോക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണ് കുട്ടികൾ എല്ലാവരും നേരിടുന്നത്. ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ നമ്മുടെ അക്കാഡമിക്സും അതുപോലെ തന്നെ നമ്മുടെ നീറ്റിന്റെ കോച്ചിങ്ങും നമുക്ക് ഒരുപോലെ ഒരേ ഫ്രീക്വൻസിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ അതിനുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കുട്ടികൾക്ക് ഒരൊറ്റ സെഷനിലൂടെ നമുക്ക് 2 ഗോൾ നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. സോ ഈ ഒരു ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന കാര്യം എന്നുള്ളത് നമ്മുടെ ട്യൂഷന്റെ കോച്ചിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നീറ്റിന്റെ കോച്ചിങ്ങും കൂടെയാണ്. ഇനി ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ബാച്ച് അനൗൺസ്മെന്റ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ ബാച്ചിന് ഇപ്പൊ എന്ത് പേരാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ എത്തിയിട്ടുള്ള ഒരു പേരാണ്. നമുക്ക് നോക്കാം അല്ലെ, എന്താണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പേരെന്നുള്ളത്. സോ 3, 2, 1, യെസ്, ആസ്ട്രോ എന്ന് പറയുന്ന ബാച്ചാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ആസ്ട്രോ ബാച്ചിലൂടെ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കുമല്ലോ, എന്താണ് ഇപ്പോൾ ഒരു ആസ്ട്രോ എന്നൊക്കെ പേരിട്ടിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്? മക്കളെ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെ, എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോ തിരഞ്ഞെടുക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആസ്ട്രോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ എക്സാമിനേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മുടെ ഈ ബാച്ചിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ നീറ്റ് എക്സാമിനേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടൈം ഇന്റർവെൽസിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. നിങ്ങൾ ഇപ്പൊ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഏത് ലെവലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എക്സൽ ആവാൻ വേണ്ടി പറ്റും. സോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പ്രോഗ്രസ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ സ്ട്രോങ് കോൺസെപ്റ്റൽ ഫൗണ്ടേഷൻ ആണ്. അതായത് എല്ലാ കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെ. സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം എന്നുള്ളത് സാറേ മനസ്സിലായില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. സോ ഈ മനസ്സിലായില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ ആ ടോപ്പിക്കിന്റെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റോട് കൂടിയിട്ട് ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു ടോപ്പിക് നമ്മളോട് കൺവേ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ സ്ട്രോങ് കോൺസെപ്റ്റൽ ഫൗണ്ടേഷൻ ആണ് അടുത്തായിട്ട് പറയുന്നത്. ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഗൈഡഡ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. ദെൻ ബാലൻസ്ഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ്. അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഏത് ടോപ്പിക് ആദ്യം പഠിക്കണം, ഏത് ടോപ്പിക് രണ്ടാമത് പഠിക്കണം, ഇതിന് ശേഷം പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ ബാച്ച് എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് പോകുന്നത്. സോ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം നമ്മുടെ ആസ്ട്രോ ബാച്ചിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടും എന്നുള്ളതാണ്. ദെൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ആരാ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അല്ലെ? ഈ ആസ്ട്രോ ബാച്ചിലൂടെ ആരാ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? മക്കളെ, പലരും ഇവിടെ കാണുന്ന പലരും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. ഇവിടെ നോക്കുന്ന സമയത്തുള്ള ഓരോരുത്തരും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള
ആയിട്ടുള്ള ആളുകളാണ്. ഓരോരുത്തരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് നിങ്ങളുടെ ബാക്കിൽ വന്ന് നിൽക്കുന്നത്. ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബെസ്റ്റ് തരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ ക്ലാസ്സുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് റിപ്പീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജെഇ റിപ്പീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ ഈ ഒരു ഓൺലൈൻ സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ അലൈൻ ചെയ്യാനാണ് നമ്മുടെ ഫ്യൂച്ചർ എപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാക്കൽറ്റി ലൈനപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ആസ്ട്രോ ബാച്ചിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ദെൻ അടുത്തത് വാട്ട് യു ഗെറ്റ് വിത്ത് ആസ്ട്രോ 12. ആസ്ട്രോ 12ത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അല്ലെ? ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ നമ്മുടെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ്. സാധാരണ ഒരു ക്ലാസ് അല്ല, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ കേട്ടോണ്ടിരിക്കുന്നു. ഒരിക്കലും അല്ല. ആസ്ട്രോ ബാച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. അതായത് ക്ലാസ് എടുക്കുന്നതിനിടയിൽ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാർ അതിന്റെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മടിച്ചു നിൽക്കാതെ നമുക്ക് മുമ്പോട്ടേക്ക് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും അല്ലെ? ഇനി അടുത്തതായിട്ട് റെക്കോർഡിംഗ്സ് ഓഫ് ദ ലൈവ് ക്ലാസ്സസ് ഫോർ റിവിഷൻ. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ലൈവിന്റെ റെക്കോർഡഡ് വേർഷൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് കാണുന്നതോടുകൂടി തന്നെ ക്ലാസ് ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അടുത്തായിട്ട് ക്ലാസിന്റെ സ്ലൈഡുകളാണ്. ഇവിടെ അത്രത്തോളം എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസിന്റെ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ കൃത്യമായ റെഗുലർ എക്സാംസ് ആണ് ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രത്തോളം എനിക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമുക്കെല്ലാം മനസ്സിലാവും, പക്ഷെ എക്സാമിന് വരുന്ന സമയത്ത് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് മാറുന്നത്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റെഗുലർ എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആസ്ട്രോ ബാച്ചിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് മെന്റർഷിപ്പ്. മക്കളെ, നിങ്ങൾ വീണു പോയാൽ, നിങ്ങൾ തളർന്നു പോയാൽ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ മെന്റേഴ്സ് സപ്പോർട്ട് വേണം. അതേ മക്കളെ, കൃത്യമായ മെന്റേഴ്സ് സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതെ, ദെൻ അടുത്തത് കണ്ടിന്യൂസ് ലേണിംഗ് സപ്പോർട്ട് ആണ്. മക്കളെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും, നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ആസ്ട്രോ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ വലിയ 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 പ്രത്യേകതയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് സമയത്താണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് അല്ലേ? പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രശ്നമാണ്, സാറേ എനിക്ക് വളരെ ഏർലി മോർണിംഗിൽ എനിക്ക് സ്കൂളിലേക്ക് പോകാനുണ്ടായിരിക്കും. ഏർലി മോർണിംഗിൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ക്ലാസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മക്കളെ, നമ്മുടെ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്തിനിടയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. സോ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള, എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. ആ സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സാറേ എത്ര ഡ്യൂറേഷൻ വരെ ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ? ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എത്ര വരെ ഉണ്ടായിരിക്കും ക്ലാസ്, എത്ര മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കും, സാറേ പെട്ടെന്ന് നിർത്തുമോ ക്ലാസ്, അല്ലെങ്കിൽ കുറേ സമയം കൂടെ ക്ലാസ് ഉണ്ടായിരിക്കും? ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളോടും കൂടിയാണ് പറയുന്നത്, മിനിമം ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂർ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിന് മുമ്പോട്ടെന്നല്ലാതെ പുറകോട്ടുണ്ടായിരിക്കില്ല. എത്ര നോക്കിക്കഴിഞ്ഞാലും 1.5 മണിക്കൂർ മിനിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം മനസ്സിലാക്കി വെക്കുക, ഒരു 1.5 ഹവർ നമുക്ക് മിനിമം നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോ ഇത്രയേറെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഈ ഒരു ബാച്ചിൽ എത്രയായിരിക്കും പ്രൈസിങ് വരുന്നത് അല്ലേ? അത്യാവശ്യം നല്ല പ്രൈസിംഗ് ഒക്കെ ആയിരിക്കും നിങ്ങൾ പലരും എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ സോ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് എന്തായാലും നീറ്റിന്റെ കോച്ചിങ് ആണ് വരുന്നത്. നീറ്റിന്റെ കോച്ചിങ് ആവുന്ന സമയത്ത് നല്ലൊരു പ്രൈസിംഗ് ആയിരിക്കും ഞങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു വലിയൊരു പ്രശ്നം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ അവിടെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് കോഴ്സ്, ഈ കോഴ്സ് എന്നല്ല മറ്റ് പല കോഴ്സുകളും വളരെ കുറഞ്ഞ, മാർക്കറ്റിലെ
ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കുട്ടികളുടെ പൾസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ പാരന്റ്സിന്റെ പൾസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സോ എല്ലാവർക്കും അവൈലബിൾ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിംഗിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വെറും 4999 രൂപയ്ക്കാണ് നമ്മുടെ നീറ്റിന്റെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും ട്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,999 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ഈ ഒരു ലോഞ്ചിങ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് ആദ്യത്തെ 500 ആളുകൾക്ക് ഞങ്ങൾ ഓഫർ ആയിട്ട് തരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എത്രയാണ്? 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഇപ്പൊ തന്നെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാണ്, ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 500 ആളുകൾക്കായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് 24-ാം തീയതി നിങ്ങളുടെ അടുത്തേക്ക് വരാണ്. സോ ഇനി അധികം സമയമൊന്നുമില്ല. ഏറ്റവും നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കൂടെ കുടിക്കോ മക്കളെ, നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കൂടെ പറഞ്ഞു തരാണ്. ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ നേരെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ എന്താണ്? 9995200700. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങളിപ്പോൾ കേട്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. എല്ലാവരും കൂടെ നമ്മുടെ 24-ാം തീയതിയുള്ള ബാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചുകൊണ്ട് കയറി വന്നോ.